ജഗുവിന് ഇന്നലെ ഭയങ്കരമായ ഒരു അപകടം പറ്റി. മതി ഇതിനെ കുറിച്ച്. ചോരമയം ടീച്ചർമാര് ഓടിക്കൂടി കാരാകെ ചോര. അയ്യോ നിന്റെ മേത്തേക്ക് പൈപ്പയ്യ. ഇന്ന് ഞങ്ങൾ ഗംഭീരമായ ഒരു വിളവെടുപ്പാണ് കാണിക്കാൻ പോകുന്നത്. പണത് മുഴുവൻ എൻ്റെ അമ്മയെ പോറഞ്ഞു. നമ്മുടെ ഉള്ളി കൃഷി നിരീക്ഷിക്കാൻ വേണ്ടി വരുന്നതുകൊണ്ട് ഹെലികോപ്റ്റർ 15 കിലോന് മീത ഉള്ളിൻ്റെ ഇട്ടത് എല്ലാം കുഴിച്ചു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലെ കനത്ത മഴ പെയ്തു. ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജഗുവിന് ഇന്നലെ ഭയങ്കരമായൊരു അപകടം പറ്റി. മിനിഞ്ഞാന്ന് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് 1:30 ഒരു ഫോൺ, ടീച്ചറുടെ ഫോൺ. അപ്പോൾ ഇവൻ കുറച്ച് നാളായിട്ട് സ്കൂളിലേക്ക് പോകാറില്ലേ, ഇവിടെ നിന്ന് പഠിക്കുകയാണല്ലോ. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം എന്തായാലും എല്ലാ കുട്ടികളും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേപ്പറുകളെല്ലാം കൊടുക്കണ ദിവസമാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണ ദിവസമാണ്. അതുകാരണം എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഹാജരാവണം എന്ന് ടീച്ചറുടെ മെസ്സേജ് ഉള്ള കാരണം ഇവനെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് 1:30 ടീച്ചറുടെ ഫോൺ. ഞാൻ വിചാരിച്ചു ഇവൻ എല്ലാത്തിലും പൊട്ടിയതേ അത് നേരിട്ട് പറയാൻ വേണ്ടി ടീച്ചർ വിളിക്കുകയാണാവോ വിചാരിച്ച് ഫോൺ എടുത്തത്. അപ്പോഴാണ് പറയണേ, ജഗന്നാഥനെ ഒരു ഇത് പറ്റി, ഒരു കുട്ടി വേറൊരു കുട്ടിയുടെ വെള്ളം കുപ്പി മൂക്കുമ്പോൾ കൊണ്ടതാ. എന്നിട്ട് മൂക്കിന്ന് ബ്ലഡൊക്കെ വന്നു. ഐസൊക്കെ വെച്ചിട്ട് ബ്ലഡൊക്കെ നിന്നിട്ടുണ്ട്. ടെൻഷൻ ആവണ്ട, പേടിക്കണ്ട. അപ്പോഴേക്കും ഞാനാകെ പേടിച്ചു. അപ്പോൾ ടെൻഷൻ ആവണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബ്ലഡൊന്നും വരുന്നില്ല, ഇപ്പോൾ സ്കൂളിലേക്ക് വരാൻ പറ്റുന്ന വന്നിട്ട് അവനെ കൊണ്ടുപോകണേ പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷോപ്പിലായിരുന്നു. എനിക്ക് അവിടെ നിന്ന് നടക്കാനുള്ള വഴിയുള്ളോട്ടെ എൻ്റെ സ്കൂളിലേക്ക്. അപ്പോൾ ചേട്ടൻ, ഞാൻ അപ്പനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ വരണ്ട, ഞാൻ അവനെ പോയി കൊണ്ടുവന്നിട്ട് നേരെ അവനെയും കൊണ്ട് കടയിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഞാൻ ചെന്നപ്പോൾ ഇവനെ ടീച്ചർമാരൊക്കെ ഓഫീസ് റൂമിൻ്റെ അവിടെ ചുറ്റും വട്ട ഇരുത്തിയിട്ട് ഇവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇരുത്തിയിട്ട് ഇരിക്കുക. അപ്പോൾ ഇവിടെയാണ് ഇടിച്ചത്. എങ്ങനെ ഇടിച്ചത് എൻ്റെ രീതി എന്ന് പറഞ്ഞ അവിടുത്തെ ചെക്കു എങ്ങനെ ഇടിച്ചേ? അതായത് ഇവന് ഇപ്പുറത്തിരിക്കണ കുട്ടി ബെഞ്ചും ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുമ്പോൾ ഇവന് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പുറത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു കുട്ടിയുണ്ട് അല്ലേ. അപ്പോൾ ആ കുട്ടി വെള്ളം കുപ്പി എടുത്തിട്ട് ഫ്രണ്ടിലത്തെ കുട്ടീനെ ഇങ്ങനെ എന്തോ തമാശക്ക് അവരിങ്ങനെ എന്തോ പറഞ്ഞ് കളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ ഇങ്ങനെ നോക്കിയത് ഇവൻ ബാക്കിലുണ്ടായിരുന്നു. മൂക്കിൻ്റെ ദിബടിയും കണ്ണുമ്പലും കൂടിയിട്ടാണ് കൊണ്ടേ. അപ്പോൾ പെട്ടെന്ന് ഇവൻ്റെ മുഖത്ത് അടി കൊണ്ടപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ചിരിയായി. എല്ലാവരും സാധാരണ ഭയങ്കര ചിരി. എന്നിട്ടുണ്ടായ ജഗുവിനെ അത് പറഞ്ഞിട്ട് മതിയാവണില്ല. ഭയങ്കര ജഗു ആസ്വദിച്ച നിമിഷങ്ങളാണത്. കാരണം എല്ലാ സ്കൂളിൽ ക്ലാസ്സിലത്തെയും കുട്ടികളൊക്കെ ചുറ്റും കൂടി ടീച്ചർമാർ ഓടിക്കൂടി കാരാകെ ചോരമയം. ഇങ്ങനെ പിടിച്ചു അടി കിട്ടിയ ശേഷം നമ്മൾ മൂക്ക് പൊത്തി പിടിക്കില്ലോ, അങ്ങനെ പൊത്തി പിടിച്ചപ്പോൾ കുറച്ച് പിടിച്ചു ഭയങ്കര ചൂട് കയ്യിൽ. എന്നിട്ട് നോക്കിയപ്പോൾ കൈ നിറച്ച് ചോര അല്ലേ. അപ്പോൾ ഓൾ ക്ലാസ് സൈലന്റ് ആയി. എല്ലാവരും ചുറ്റും കൂടി പേടിച്ചു. എന്നിട്ട് എന്തിട്ടുണ്ടായേ നിൽക്കണില്ല. അപ്പോഴേക്കും ടീച്ചേഴ്സും പ്രിൻസിപ്പളൊക്കെ ഓടി വന്നു. പ്രിൻസിപ്പൾ എന്നിട്ട് പറഞ്ഞു അപകടം പറ്റിയത് ഈ പാവം കുട്ടീനെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു എല്ലാ പ്രിൻസിപ്പൾ വന്നിട്ട്. ജഗുവിനെ ഒരു പാവം കുട്ടിയായിട്ടാണ് എല്ലാവരും അവിടെ കാണുന്നത്. ജഗുവിനെ കുറിച്ചിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല, ഒരിക്കലും ഇതുവരെ വന്നിട്ടില്ല. പാവം കുട്ടിയാണ്. ഞാൻ പോയി കൊണ്ടുവന്നു, പിന്നെ വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ജഗു നീ പറഞ്ഞേ ചുറ്റു ടീച്ചർമാരെ സെന്ററിൽ നീ നടന്നു വരുന്നത്, പോലീസുകാര് കൊലപ്പുള്ളീനൊക്കെ കൊണ്ടുവരുന്ന പോലെ. ജഗു അറിയാം ഭയങ്കര എന്നിട്ട് ഓറയാ. എല്ലാ ക്ലാസ്സിലത്തെ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് എത്തിച്ചു നോക്കാന്ന് ജഗുവിനെ. അപ്പൊ ജഗു കൈ നിറച്ച് ചോരയിട്ട് വരാം. അപ്പൊ എല്ലാവരോടും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ആരും പേടിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു. ജാതി വീരപരിവേഷമായിരുന്നു. അപ്പോൾ ചേട്ടൻ കൊണ്ടുവരാൻ അവന് ഇഷ്ടമായില്ല. എന്നോട് ഇവിടെ വന്നിട്ട് പറയാം കൊണ്ടുവരാൻ വരണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു ഇതായിരുന്നു. കാരണം കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ എത്തിച്ചു നോക്കണേ, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തായിരുന്നു. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നൂല അവൻ, അല്ലെങ്കിൽ 4 മണി വരെ അത് ആസ്വദിക്കായിരുന്നു എന്ന് ആ ഒരു വീരപരിവേഷം. അത് പോയതിൽ ജഗു ആകെ വിഷമത്തിലായിരുന്നു. അതായത് ആശുപത്രിയിൽ പോകാണ്ടിരുന്ന ഭാഗ്യ മൂക്കുമേ ഉച്ച സമയമാണല്ലോ, പെട്ടെന്ന് ചോര വരും മൂക്കുമേ. അപ്പൊ ഇവന് വേദനയില്ലാന്ന് പറഞ്ഞു, അത് കാരണം കൊണ്ടുപോയില്ല. എനിക്ക് കണ്ണിനെ മൂക്കിനേക്കാളും കണ്ണായിരുന്നു എനിക്ക് പേടി. കണ്ണ് തിരി ചുമന്നിരിക്കണ്ടായിരുന്നു. ആ പൂട്ടിയുണ്ട്. സിനിമയിലൊക്കെ പെട്ടെന്ന് ചോര കിട്ടാനായിട്ട് ഇടിക്കുന്നത് സ്ഥലം വില്ലന്മാരിടിക്കുന്നത് മൂക്കുമ്പലാണല്ലോ. തൊട്ട് കഴിഞ്ഞ മൂക്കുമ്പോൾ ചോര വരും. പിന്നെ ഭാഗ്യം മൂക്കിൻ്റെ എല്ലൊക്കെ വളരെ മൂക്കിൻ്റെ കുറേ നാളായിണ്ട്. അങ്ങനെ ഭാഗ്യം അത് പോട്ടെ.
അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് കൊണ്ടുവന്നു. ഉച്ച വരെക്കുള്ളിൽ 5 പേപ്പർ കിട്ടിയേ. അത് 5ലും ജയിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മാർക്കുണ്ട്. ഇംഗ്ലീഷിലൊക്കെ നല്ല മാർക്കുണ്ട്. ബാക്കിയുള്ള പേപ്പറുകൾ ഇനി ഞാൻ ടീച്ചർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവന് വേദനയുടെ ഒരു ഗുളിക കൊടുത്തു. നീ വിങ്ങലെങ്ങാനും രാത്രിയാവും തോറും നീ വിങ്ങൽ വല്ലതും വന്നാലോ എന്ന് ചോദിച്ചിട്ട് അവന് വേദന ഇല്ലാന്ന് പറഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പം ആൾ ഓക്കെ. ഇപ്പം ഇന്നലെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് പേരക്കായൊക്കെ തിന്നുമ്പോഴേ ഫ്രണ്ടിലത്തെ പല്ലുകൊണ്ട് കടിക്കുമ്പോൾ ഒരു വേദന വരുന്നു എന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്തിട്ടാ ചേട്ടൻ എന്നെ ബ്ലോക്ക് ചെയ്യണു. മതി ഇതിനെ കുറിച്ച്. അയ്യോ, ഇതന്നെയാണ് അവിടെ സംഭവിച്ചത്. കറക്റ്റ്. ഇത് മൊറ ഇത് എൻ്റെ ഭാഗ്യം. വില വെട്ടോത്തിയാണെങ്കിലോ തല ശരിക്കും മുറിയില്ലേ. ഞാനിത് എന്തിനാ പിടിച്ചതെന്ന് എനിക്കറിയോ? ബ്ലോക്ക് ചെയ്ത് എന്തിനാന്നറിയോ? അല്ല, ഇത് പറയാനല്ല, നീ അങ്ങോട്ട് നോക്കാണ്ടിരിക്കാൻ. അവിടെയാണല്ലോ എൻ്റെ ഇൻസ്പെക്ഷൻ വരുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഈ ഉള്ളിയൊക്കെ നമുക്കിപ്പോൾ മാറ്റാൻ പറ്റുമോ? ഇതൊക്കെ നോക്കിയാൽ ഈ കാബേജൊക്കെ അത് ഉണ്ടായി അല്ല കോളിഫ്ലവറൊക്കെ ഉണ്ടായി നിൽക്കുകയാണ്. ഇതൊക്കെ നമുക്ക് പറിച്ച് കളഞ്ഞിട്ട് ഇവിടെ പുതിയ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ പൊട്ടിക്കാറാണല്ലോ. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചില്ലേ, ഞാൻ മൊറം ഇങ്ങനെ പിടിച്ചത് അവളാവശം കാണണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ കണ്ടു. എന്നിട്ട് ചെളി ഉള്ള കൈ കൊണ്ട് കപ്പലണ്ടി വാരി തിന്നണതും അതാ നടല് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കപ്പലണ്ടി സമാധാനമായിട്ട് വീട്ടിൽ പോയിരുന്ന് കഴിച്ചുകൂടെ? അതിനിടയിൽ ആ കപ്പലണ്ടി തിന്നണം. നമ്മളെ ഇന്നാള് കുറച്ച് ഉള്ളി പറിച്ചു. ഇപ്പോൾ ഒരു 6 തടം, എത്ര തടം? 2, 4, 5 തടം ഉള്ളി നമുക്ക്. അതെന്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, മഴ പെട്ടെന്ന് ന്യൂനമർദ്ദമായിട്ട് മഴ 2-3 ദിവസം അടുപ്പിച്ച് നല്ല മഴ കിട്ടി ഇവിടെ. ഇതൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. നമ്മൾ വിചാരിച്ചതേ നമ്മൾ ആവശ്യത്തിന് പറിച്ചാൽ മതി വെച്ചിട്ട് അന്നൊരു കൊട്ടയെ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു തടം. പക്ഷെ ഇനി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഈ മഴ മുഴുവൻ കൊണ്ടു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചീഞ്ഞു പോകും. ചേട്ടപ്പം ഇന്നലെ വന്നിട്ട് പറയാ ഇത് വേഗം പറിച്ചോട്ടാ കടാ, അല്ലെങ്കിൽ നോക്കി ഇന്നലെ ചേട്ടൻ പറിച്ച് വെച്ചതാ. ഇത് വേഗം പറിച്ചിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ച് ഇടാ, അല്ലെങ്കിൽ ഇത് ഒക്കെ ചീഞ്ഞു പോകും. നിങ്ങളിത് പണത് മുഴുവൻ ചീഞ്ഞു പോകും. അപ്പോൾ ഉള്ളിയും പറിക്കണം, പിന്നെ ഇഞ്ചി പറിക്കാണ്ട്. ഇഞ്ചിയും ഇതേപോലെ ഈ നമ്മൾ ഈ പറിക്കുന്ന ടൈമിൽ പറിച്ചില്ലെങ്കിൽ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി മഴ പെയ്യുമല്ലോ, മഴ പെയ്യുമ്പോൾ മുള വരുമ്പോൾ ഈ ഇഞ്ചി കടയിലുണ്ടായിരുന്ന ഇഞ്ചിയില്ലേ അതൊക്കെ ഇങ്ങനെ ചുങ്ങി ഉള്ളു പൊള്ളയാവും. അതിങ്ങനെ തോല് മാത്രമായിട്ട് മാറും. പിന്നെയാണ് അതിൽ നിന്ന് പുതിയ ഇഞ്ചി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഇത് നഷ്ടമായിരിക്കും. അപ്പോൾ ആ ഇഞ്ചിനും പറിച്ച് അതിനും സ്റ്റോക്ക് ചെയ്ത് വയ്ക്കണം, ഇതിനും സ്റ്റോക്ക് ചെയ്ത് വയ്ക്കണം. ഇന്ന് ഞങ്ങൾ ഗംഭീരമായ ഒരു വിളവെടുപ്പാണ് കാണിക്കാൻ പോകുന്നത്. അല്ല ചേട്ടനെ കണ്ടിട്ട് കുറേ നാളായാലും അല്ല ചേട്ടനെ മിസ് ചെയ്യണു പറഞ്ഞിട്ട് കമൻസ് ഉണ്ട്. എനിക്ക് മിസ് ചെയ്യണിടാറ്. ഞാനും അവരെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി. ചേച്ചി പിന്നെ എന്നെ ഒരു ദിവസം രാത്രി ഞാൻ ഷോപ്പിൽ നിന്ന് വന്ന സമയത്ത് കാണാൻ വന്നു. ദൈവമേ ഇനി നിന്നെ കാണാൻ എന്തൊരു ചെയ്യാന്ന് ചോദിച്ചിട്ട് ചേച്ചി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തേത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കടയിലേക്ക് പോയില്ലേ, പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയായിട്ടാണ് വരാം. അപ്പോൾ പിന്നെ അവരെ കാണലില്ല, ഇങ്ങോട്ടും പറമ്പിലേക്കും വരില്ലല്ലോ. അത് കാരണം അല്ല ചേട്ടന് പണിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പണി ഉണ്ടാവും. ഈ ഞാൻ പറിച്ചു തരാം, നീ ഇത് കട്ട് ചെയ്തെടുക്കുക. ഉള്ളി നമുക്ക് പറിച്ച് ഇവിടേക്കാണ് കൂട്ടിയിടാൻ പോകുന്നു കേട്ടോ. ഉള്ളി ഇവിടെയാണ് ഇടുന്നത്. അയ്യോ നിന്റെ മേത്തേക്ക് പൈപ്പായി. അയ്യോ ഞാൻ കൊള്ളിയൊക്കെ നട്ടതാണ് കണ്ട, അത് പൊടിച്ചു വരുന്നത്. അത് സാരില്ല, ഇവിടേക്കില്ല കേട്ടാ. അത് ഈ ചട്ടിയിലേക്ക് മുറത്തിലേക്ക് ഇടുന്നത്. ചേട്ടൻ വെള്ളി പിടിക്കാണ്ട് സമാധാനമായിട്ട് ചെയ്താൽ മതി. ഒരറ്റത്ത് നിന്ന് തുടങ്ങുന്നത് എന്താ നടുവിലത്തെ തട ആദ്യം ഇവിടെ നിന്നാണ് പോവാന്ന് കുറച്ചാണ്ട് ഇട്ട് തിന്നിട്ട് പോവാന്ന് വെച്ചിട്ട്. അതെ ഉള്ളി കത്തറി എടുക്കണ്ടായിരുന്നു, മറ്റേ കത്രിക എടുക്കണ്ടായിരുന്നു. കത്തി സുഖലിയ കത്രിക ആകുമ്പോ ഞാൻ എടുത്തിട്ട് വരാം. അതെ അല്ല ഇത് ഇങ്ങനെയാണ്ടാക്കിട്ടേ നോക്കിയേ കാണിച്ചു തരാം. അല്ല ഇങ്ങനെ ആക്കി വെക്കി, ഇങ്ങനെ കണ്ടമാനാക്കി വെക്കും. നമുക്ക് അവസാനം ഒരു കൂമ്പാരാക്കിയിട്ട് ഇങ്ങനെ ഭംഗിയിൽ ഒതുക്കി വെക്കി. മുറിക്കാൻ പറ്റേന്ന് അങ്ങനെ ഭംഗിയിലാക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഇരട്ടിപ്പണി. അതിനേക്കാളും പറക്കണ കയ്യോടെ ഞാൻ കത്രിക എടുത്തിട്ട് വരാം. എന്തായാലും ചെയ്യും, ഞാൻ പറിക്കാം. ചില ഉള്ളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇത് പറഞ്ഞ പോലെ വെയിലത്തിടണം. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ചീച്ചിൽ വരും. ഓ ബുള്ളറ്റ് ഞാൻ ഇത് കൊടുത്തിട്ടില്ലേ, കുറേ നാളായി തോന്നുന്നുണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയിട്ട്. അവിടെ ഇരുന്നിട്ടാക്കി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഈ തണലത്തേക്ക് ഇരുന്നോ. അതായത് ഇവിടെ നമ്മുടെ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇത്രയും നല്ല ജൈവ ഉള്ളി
എടാ ഇതൊക്കെ നല്ല കടയാണ് കണ്ട, നല്ല അടിപൊളി കടയാണ്. അത് കളയണ്ടല്ലോ. എന്താ സരിത ശരിക്ക് മഴക്കാലം പോലെ ഉത്രാളിക്കാവിൻ്റെ വെടികെട്ട് ഇന്നലെ മിഞ്ഞാന്ന് വൈകുന്നേരം നടക്കേണ്ട സാധനം ആ മാർച്ച് എത്രാം തീയതിക്കാണ്ട് മാറ്റി വെച്ചു മഴ പെയ്തായിട്ട്. പക്ഷെ വെയിലുദിക്കുമ്പോൾ എന്തൊരു ചൂടാ. വെയിലുദിക്കുമ്പോൾ ചൂടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മഴ പെയ്യുമ്പോൾ തണുപ്പന്നില്ല. ആളുകൾക്ക് ഉള്ളി കൃഷി ചെയ്തിട്ടേ കുറേ പേർക്ക് പരാജയം അത്ര ഉണ്ടാവണില്ലെന്ന്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. ഉള്ളി എങ്ങനെ വെച്ചാലും ഉണ്ടാവുമല്ലോ, എങ്ങനെ വെച്ചാലും ഉണ്ടാവും. നമുക്കുണ്ടാവുന്ന സ്ഥിതിക്ക് ആർക്കും ഉണ്ടാവും അല്ലേ പിന്നെ അല്ലേ, എങ്ങനെ വെച്ചാലും ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. എല്ലാ ദിവസവും നന്നായി നനച്ചു കൊടുക്കുന്നുണ്ടാവും. മറ്റേ കത്തിരി എടുക്കാറുന്നില്ലേ, വേറൊരു കത്തിരി ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അതിലേക്ക് മണ്ണാണല്ലേ അതിലേക്ക് വീണത്. അത് നമുക്ക് ഉടഞ്ഞെടുക്കാമല്ലോ. ഞാനേ ഒരു ചട്ടി തോന്നുന്നു അതിലേക്ക് ഇട്ടിട്ട് അവസാനമായിരിക്കാണ്ട് അവിടെ കൊണ്ടു ചെരിഞ്ഞാൽ പോരെ. ഞാൻ അത് 100 വട്ടം നടക്കേണ്ട ആവശ്യമില്ല. അതന്നെ ഞാനൊരു ചേട്ടൻ എന്തെങ്കിലും നടക്കണേന്ന്. അപ്പം നീ എന്താ മുന്നേ പറയാഞ്ഞത്? അല്ല, ഇന്ന് കാലത്ത് ചേട്ടൻ എക്സസൈസ് യോഗ നടത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിന് പകരം ഇങ്ങനെ നടക്കാവും വിചാരിച്ചു. അത് ചെയ്യേണ്ട സമയത്ത് കാലത്ത് തന്നെ ചെയ്യണം, ആ സമയത്ത് തന്നെ ചെയ്യണം. അല്ലാണ്ട് തന്നെയല്ലേ ആ കാലത്ത് തന്നെ അല്ല, നടക്കാത്തതല്ലേ നടന്നോട്ടെ എന്ന് വിചാരിച്ചു. തോന്നിയ സമയത്ത്. ചേട്ടൻ്റെ ആരോഗ്യത്തിൽ എനിക്ക് നല്ല ശ്രദ്ധയുണ്ടെന്ന് മനസ്സിലായില്ലേ. തോന്നിയ സമയത്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലേ. പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ലേ, ആളുകൾക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ പണിയെടുക്കണതാന്ന് പറയും. വീട്ടിലത്തെ പണികൾ ഇഷ്ടം പോലെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് മറ്റുള്ള വ്യായാമങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറയും അല്ലേ, അങ്ങനെയല്ലേ പറയാ? ഞാനാണ് അങ്ങനെ പറയാറ്. നീ മിറ്റടിക്കണ്ടേ. ചേട്ടൻ എന്നെ നേരത്തെ എക്സസൈസ് യോഗ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് അല്ലാണ്ട് എക്സസൈസ് ഒക്കെ കിട്ടുന്നുണ്ട്, ഇത്രയ്ക്കധികം മിറ്റടിച്ചു വരണല്ലേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കാര്യമില്ലേ. പക്ഷെ അതൊരു നല്ല വ്യായാമമായിരുന്നു. മിറ്റടിച്ചു വരൽ നിർത്തിയപ്പോഴാണ് ഞാൻ വണ്ണം വെച്ചേ, വയറൊക്കെ ചാടിയത്. നമ്മൾ ഒരു തടം കഴിഞ്ഞു കേട്ടാ. മഴ പെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് ഉപയോഗം ചെയ്യാനല്ലേ. നോക്കിയേ, ഇതൊക്കെ മുന്നേ പറക്കേണ്ടതായിരുന്നു. എന്നാലും നാശമായിട്ടില്ല. ഇനി എന്താ നല്ല മുഴുത്തുള്ളിൻ്റെ കേട്ടാ, എന്താ നല്ല വലിപ്പമുള്ള ഉള്ളി. ഇതൊക്കെ വളടാത്തതല്ലേ? ഒന്നും വളം കൊണ്ട് ചേരിഞ്ഞത് നമ്മൾ അന്ന് പറിച്ചു. അതാണിത്. ഏത്? ഇതുകൊണ്ട് ഈ 2 തടം അതാ. ഇതാണ് മറ്റേ ടൈപ്പ്. അല്ലല്ല, അത് മാത്രമല്ല അത് പറിച്ചിട്ടില്ല. പറിച്ചിട്ടുണ്ട് കുറച്ച്, അതാണ് അന്ന് പറിച്ചത്. അതാണ് അന്ന് പറിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഫുള്ളായിട്ട് പറിച്ചത് ഇല്ല, തടം കഴിഞ്ഞിട്ടില്ലേ, ഇതേ പകുതിയുണ്ട്. അത് പകുതി വെച്ചിട്ട് അത് എടുക്കാം. ഉള്ളി കൊണ്ടിരുന്നിട്ട് നമ്മുടെ ഉള്ളി സാമ്പാർ വെച്ചില്ലേ. പിന്നെ ചേട്ട പോർക്കിറച്ചി വെച്ചില്ലേ, നിറയെ ഉള്ളി ഇട്ടിട്ട്. അതന്നെ. ഞാൻ ഇല്ലാത്തൊരു ദിവസം പോർക്കിറച്ചി ഉണ്ടാക്കി. എന്നിട്ട് എനിക്ക് പറഞ്ഞിട്ട് എടുത്ത് വെച്ചു. അതെ, എന്നിട്ട് പറയ് നിനക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചു. എനിക്ക് കിട്ടിയില്ലേ പറയേ, എനിക്ക് കാരണം പറയേ, എന്തുകൊണ്ട് കിട്ടിയില്ലേ. നിനക്കായിട്ട് എടുത്ത് വെച്ചു, ഇവൾക്കായിട്ട് എടുത്ത് വെച്ചു. എന്നിട്ടേ ഇവള് കടയിലേക്ക് പോയി. ഇത് എവിടേക്ക് ശരിൻ്റെ എവിടെയിട്ടോ ഇതെടുത്ത് തേക്കുക. അപ്പോൾ കടയിലേക്ക് പോയിപ്പോൾ എന്നിട്ട് പിന്നെ കടയിൽ നിന്ന് വന്ന് കുറേ നേരം വൈകിട്ടാണ്. അപ്പോൾ ഇവരെന്നിട്ട് വൈകുന്നേരം മറ്റേ ഈ അൽത്താസെന്ന് ഷവർമ വാങ്ങിച്ചു. നീയും തന്നെയും പിള്ളേരും കൂടിയിട്ട് അവിടെ കടയിൽ അന്ന് തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എനിക്ക് ബോധക്കറവൊന്നുമില്ല. എന്നിട്ട് ഒരു ഷവർമ വാങ്ങിച്ച് തിന്നു. അപ്പോൾ ഇവർക്ക് ഇറച്ചി വേണ്ട, അതാണ് ഉണ്ടായത് സംഭവിച്ചത്. കണ്ടാ, ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. അല്ലാണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇപ്പം നമുക്ക് കഴിച്ചില്ല, പക്ഷേ ഷവർമ കഴിച്ചിട്ട് കുറേ കാലായി. നിങ്ങൾ കടയിൽ വാങ്ങിച്ചു എന്നാ പറഞ്ഞ ഓർഡർ ചെയ്ത് അവിടെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് അല്ലല്ലോ ചേട്ടനോണ പറയാ. ഞാൻ നോണ പറയുന്നില്ല. എനിക്കിപ്പോ നിനക്ക് ഈ ഇറച്ചി തിന്നില്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ അവരവർക്ക് അത് എടുത്ത് തിന്നാവുന്നുള്ളൂ ഈ വായിൽ. അയ്യോ, ചേട്ടൻ തന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞ. എന്തോ കാരണം കൊണ്ട് കഴിച്ചു, എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല, ഇതാണ് കാരണം. പിന്നെ ചേട്ടനത് അവസാനിപ്പിച്ചു. പേടിയൊന്നുമില്ല.
ചേട്ടൻ എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് എടുത്ത് വെച്ച ഇറച്ചിയില്ലേ എന്തടി ഇത് നിനക്ക് തിന്നാനുള്ള സാധനമല്ല. ഉള്ളി അത് കുറച്ച് ഉള്ളിയിൽ തണ്ട് കൊടുക്ക്. എൻ്റെ അമ്മയെ പുറഞ്ഞു. ഇത് പറക്കിലും വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച പണി കേട്ടാ. ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് എടുത്തരുതാ. നിനക്ക് തണൽ കിട്ടി ഓടാനിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇരുന്നാൽ മതി. വെയിലിന് ഭയങ്കര ചൂടാ. മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനാണെങ്കിൽ വെയിലിന് ഭയങ്കര ചൂട് വയർത്തു. UV ഇൻഡെക്സ് ഇപ്പോൾ ഭയങ്കര ഹൈയാ. അതുകൊണ്ട് 10 മണി തൊട്ട് 11 മണി തൊട്ട് അങ്ങോട്ടുള്ള വെയിൽ ഒട്ടും കൊള്ളരുതെന്ന് പറഞ്ഞിട്ട് വാർത്തയിലുണ്ടായിരുന്നില്ലേ? 3 മണി വരെ. ആ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് ഒരു പ്രവർത്തികളും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വീണ്ടും അടച്ചു കൂടിയിരിക്കേണ്ടി വരും. അല്ല സമയം വരയ്ക്ക് അത്രയ്ക്കും ഭയങ്കര ഇതായിരിക്കുന്നു. മറ്റേ സൂര്യാതാപം ഏൽക്കുന്നു. ആ അത് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇനിയും പറക്കാണ്ട് ദൈവമേ. എന്താ കിടപ്പായി അവിടെ പേളിക്കുട്ടാൻ? അവളും വെയിൽ കായാൻ കിടക്ക. UV കിട്ടണ UV ഇപ്പൊ കുഴപ്പമില്ല. 11 മണി തൊട്ടാണ്. 9 മണിയല്ല ആയിട്ടുള്ളൂ. ഇപ്പൊ പറക്കുന്നത് ഞാൻ ചാണപ്പൊടി കൂടുതലിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇത് ഓരോ തുണ്ട് പോലും ഇല്ല കണ്ട. ചിലത് ചാണപ്പൊടി കൂടുതൽ. മനസ്സിലായി. അപ്പോൾ എന്താ കാര്യം ചേട്ടൻ മനസ്സിലായിട്ടൊരു കാര്യമില്ല. അടുത്ത വട്ടം ചേട്ടൻ ഇത് തന്നെ വീണ്ടും ചെയ്യും. എന്നിട്ട് വളം കൂടുതലിട്ടുന്ന ചേട്ടൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും ഒരു കാര്യമില്ല. പറയണ നമ്മുടെ വായ കളയ്ക്കുന്നല്ലാണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇല്ല ഞാൻ അപ്പോൾ ഒന്നും വിട്ടില്ല. പിന്നെ അത് മാത്രമേ ചെയ്തുള്ളൂ. ആ ചാണ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അല്ലേ തടത്തില്. അത് അടുത്തതിന് വളമായിട്ട് മാറും. അടുത്ത കൃഷിക്കില്ലേ. അല്ല കണ്ടമാനം ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. എന്നിട്ട് താങ്ങിക്കുന്നു. അപ്പം ഉണ്ടാവാണ്ടിരിക്കാനാണോ വളം കൊണ്ട് തട്ടണേ? അപ്പോൾ വെക്കാണ്ടിരുന്നാ പോരെ? അല്ല അത്യാവശ്യം ഉണ്ടാവണം. നമുക്ക് ഒരു തൃപ്തി വേണ്ട. ഞാനെന്താ ചട്ടി ഇങ്ങോട്ട് എടുത്ത് അതിൻ്റെ ഇഞ്ചി പറിക്കാണ്ട് നമുക്ക്. ഒരു ഹെലികോപ്റ്റർ വരുന്നില്ല. അടുത്തടുത്ത് വരുന്നുണ്ട് കണ്ടാ ഹെലികോപ്റ്റർ. പണ്ടത്തെ പിള്ളേരുടെ എപ്പോഴും ടാറ്റ കൊടുക്കല. ഹെലികോപ്റ്റർ വിമാനം ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാ സ്ഥലത്തും ഓടി വന്ന് അകത്തുനിന്ന് ഓടി വന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട് ടാറ്റ കൊടുക്കും. ആ നല്ല ശബ്ദമായി. നേവിയിലേക്കാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പറമ്പിൻ്റെ മോളിയോടെയാണ് പോണത് കേട്ടാ. കറക്റ്റ് മോളിയോടെ. ആയ് കേട്ടാ ശരിക്ക് അതിങ്ങനെ കറങ്ങാണല്ലോ. ഇത് റൗണ്ട് അടിക്കുക തന്നെയാണല്ലോ. അവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നിട്ട് റൗണ്ട് അടിക്കുക തന്നെയാണല്ലോ. കാണില്ല സൂര്യൻ്റെ കേട്ടാ. ശരിക്കും റൗണ്ട് അടിക്കരുത്. നമ്മളെയാണ് നിരീക്ഷിക്കുന്നത്. ഇങ്ങോട്ട് പോയിട്ടാ ഇതേ ഉള്ളി. ശരിക്കും മഹാരാഷ്ട്രയിലേക്കല്ലേ ഉള്ളി കൃഷി കൂടുതൽ? അറിയില്ല. അവിടെ മഴ പെയ്ത് ഉള്ളിക്ക് ചീച്ചിൽ വരുമ്പോഴാണ് ഇവിടെ വില കൂടുന്നത് അല്ലേ? ഉള്ളിക്ക് പേപ്പറിൽ കാണാറില്ലേ കർഷകരെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതന്നെ കഥ. ഇപ്പോ കൊയ്യാറായേക്കണ കൊറേ നെല്ല് ഇത് വിളഞ്ഞിക്കണ പാടങ്ങള്. അവരുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഈ ഇടമഴയ്ക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. ഇത് ഒരു വേനൽ മഴയല്ലല്ലോ. വേനൽ മഴ വരേണ്ട സമയമായിട്ടില്ലേ? ഏപ്രിൽ മെയ് ഒക്കെ ആവുമ്പോഴല്ലേ വേനൽ മഴ പെയ്യാ. ഫെബ്രുവരിയില് മെയ് മാസം വരില്ലെന്നുണ്ട്. അതൊക്കെ വർഷകാലത്തിന് തുടക്കമായില്ലേ? ഇപ്പോൾ ഫെബ്രുവരിയിലൊന്നും ഉണ്ടാവാറില്ല. മാർച്ച് ഏപ്രിലൊക്കെ വേനൽ മഴ പറയാ. പറക്കൽ കഴിഞ്ഞു കേട്ടാ. ഞാൻ ഇങ്ങനെയുണ്ട്. എല്ലാ തടങ്ങളും കഴിഞ്ഞു. ഇതേ വേഗാക്ക ഓട്ടൊക്കെ തൊഴില. നീ കത്തര ഉണ്ടാക്കണേക്കാൾ നല്ലത് ഇങ്ങനെ കൈ കൊണ്ട് ചിലത് വലിക്കുമ്പോൾ വേഗം കിട്ടും. ചിലപ്പോൾ കൈ മുറിയും. ചിലതിന് ഭയങ്കര ബല. നല്ല ബലമുണ്ട്. അപ്പോൾ ഉള്ളിക്ക് കുറേ വളം ഇടാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ? പാടം പഠിച്ചാ ചേട്ടൻ? പാടൊക്കെ പഠിച്ചു. അല്ല ഞാൻ ഉള്ളിക്ക് ഇപ്പോൾ അധികം വളം എന്നിട്ട് വളർന്നത്. ഇവിടെ വളം എന്ന് പറഞ്ഞാൽ ഈ
അല്ല വളട്ടിട്ടുള്ള തടത്തിലൊന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞേ. ആ അത് ശരിയാ. ഇതേ അത് വീണ്ടും വരുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളി കൃഷി നിരീക്ഷിക്കാൻ വേണ്ടി അതെ വരുന്നതുകൊണ്ട് ഹെലികോപ്റ്റർ എന്തുട്ടാ ചൂടെന്നറിയോ. പണ്ടിവിടെ കൃഷി ചെയ്യണ സമയത്ത് ഉള്ളി വെച്ചിട്ടില്ലല്ലോ നിങ്ങൾ? ഇല്ല. ഉള്ളി ഇവിടെ ഉണ്ടാവും തന്നെ അറിയണ്ടായിരുന്നില്ല അല്ലേ? ശരിയാ. ആദ്യമായിട്ടൊരു 10-20 ഉള്ളി ഒരു കുഞ്ഞു തടണ്ടാക്കിയിട്ട് നമ്മളാ വെച്ചത് ആദ്യമായിട്ട് ഇവിടെ. ഇവിടെ മീൻസ് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ കേട്ടാ. അതിങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ തണ്ടായിട്ട് വരുന്നുണ്ടപ്പോഴാണ് എല്ലാവരും വന്നിട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ നട്ടോക്കിയതാ. മുന്നേ കേട്ടാ, കുറെ കൊല്ലം മുന്നേ. ചാനലൊന്നും ഇല്ല. എത്ര കൊല്ലായി എന്നറിയത്? ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മുടെ കൃഷി മോശമായത്. അതുവരെ പിന്നെയും കുറച്ച് പച്ചക്കറികളൊക്കെ നല്ല ഇങ്ങനെ നന്നായിട്ട് ഉണ്ടായോടുന്നു. അത് അങ്ങനെ പറയാൻ പറ്റില്ല സരിത. അതായത് ആരും ചെയ്യണില്ല. അപ്പൊ നമ്മുടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുമായിരുന്നു. അല്ല, നമുക്ക് പയറൊക്കെ നല്ലോണം കിട്ടി. അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, എനിക്കറിയാം. ഇനി നമുക്ക് ഇനി നമുക്ക് ഈ ഇഞ്ചി പറിക്കാം. ഇത് കഴിഞ്ഞിട്ട് കേട്ടാ. ഇത് ഞങ്ങളെ വെട്ടി അവസാനിപ്പിക്കട്ടെ കേട്ടാ. ചേട്ടനോട് മീശിൻ താടിയൊക്കെ വളർത്താൻ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇപ്പോൾ റീസെൻ്റ്ലി കാണുന്നവരായിരിക്കും, പണ്ട് തൊട്ടേ കാണുന്നവർക്ക് അറിയാം. ഇപ്പം ഇനി വളർത്താൻ പോവാത്ര, സോൾട്ട് ആൻഡ് പെപ്പർ ആക്കാൻ പോവാന്ന്. പെപ്പറില്ലേ, സോൾട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? സോൾട്ട് പെപ്പർ ഒന്നും ഇല്ല. ഞാനങ്ങനെ എനിക്ക് അല്ല, സോൾട്ട് ആൻഡ് പെപ്പർ ആക്കണം. സോൾട്ട് പെപ്പർ ഒന്നല്ല, അത് നീയാണ് മാക്സിമം. അതെ, അത് നീയാണ് പറഞ്ഞത് സോൾട്ട് ആൻഡ് പെപ്പർ. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് ആ പേര് അത് അറിയില്ല. സോൾട്ട് ആൻഡ് പെപ്പർ ഇടയ്ക്കിടയ്ക്ക് പറയും സോൾട്ട് ആൻഡ് പെപ്പർ, സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് ആൻഡ് പെപ്പർ എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ ഫുള്ള് വരുന്നത് അരച്ചതാന്ന് പറഞ്ഞേ. എന്താ വേണം ഒരു കഴിവ്? എന്തൊരു കഴിവ്? ഒരു കഴിവില്ല. ഇങ്ങനെ നോണ പറയാൻ. ഒരു നോണയല്ലത്, നോണയെന്നല്ലത്. ഞാൻ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ? അപ്പം എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു താടി വളർത്താൻ പോവാ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളർത്താൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴാണ് നീയും ധന്യം പറഞ്ഞത് വരുന്നത് മുഴുവൻ അരച്ചതാന്ന് പറഞ്ഞു. നീയും ധന്യ അതിന് കടയിൽ വെച്ചിട്ടല്ല, എന്നോട് ഇവിടെ വെച്ചിട്ടുള്ള പറഞ്ഞു ഇന്നലെ വൈകുന്നേരം. അവിടെ വെച്ചിട്ട്, കടയിൽ വെച്ചിട്ട്. ഇത് സലീം കുമാർ പറഞ്ഞ പോലെ എനിക്ക് ഭ്രാന്തായതാണോ, നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടതാണോ? ഓർമ്മ നഷ്ടപ്പെട്ടൊന്നുമല്ല. എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയാണ്. ഇന്നലെ വൈകുന്നേരം അത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് ചേട്ടൻ കുറേ വട്ടം ചെയ്തിട്ടുള്ളതാ, ഇങ്ങനെ വളർത്താൻ പോവാന്ന് എന്നോട് പറയും. 4-5 ദിവസം കഴിയുമ്പോൾ ചേട്ടൻ എന്നെ കണ്ണാടയിൽ നോക്കുമ്പോൾ ഒരു ജാതി പോലെ തോന്നിയിട്ട് അത് കളയും. ഇത് കുറേ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വിട്ട് കളഞ്ഞു. അപ്പോൾ അതേ കണ്ട, ഒന്ന് അടുത്തേക്ക് കാണിച്ചു കൊടുത്തേ ചേട്ടൻ്റെ താടി. കയ്യിൻ്റെ പടകളൊക്കെ തുടങ്ങി പിരിച്ചിട്ടേ കഴുകിയിട്ട് വെയിലത്തുനിന്ന് ഉണക്കണം. വെയിലത്തുനിന്ന് മണ്ണ് കളഞ്ഞിട്ടേ ഉള്ളി മാത്രമായിട്ട് പോത്തരച്ച് വയ്ക്കാൻ നമുക്ക് സരിത. അതിപ്പോൾ ജയന്തീശ്വര വെപ്പല്ലേ? അത് നമുക്ക് ചെയ്യാന്ന്. ആ വരണ്ടില്ല സാധനം വീണ്ടും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വെള്ളയിട്ട് വന്നല്ലോ വിചാരിച്ച കൊല്ലേട്ടാ. നമ്മുടെ ഉള്ളി വിളവെടുപ്പ് കുഴപ്പമില്ല കേട്ടാ സരിത. ഇത് ഈ പച്ചപ്പുള്ള സാധനം പറക്കരുത് ചേട്ടാ, അത് ആവണുള്ളൂ. അതിന് വലുതാവില്ലേ, നാശമുള്ളത് കഴിഞ്ഞു. ഇത് വലുതായിട്ടില്ല, ഇത് ലാസ്റ്റ് നട്ട നടാവൂ. അല്ല അത് കഴിഞ്ഞു. അത് ചിലത് അങ്ങനെ ഉണ്ടാവും. എല്ലാ ഉള്ളിരി മുകളിലത്തെ ഉണങ്ങി കിട്ടില്ല. അപ്പോഴേക്കും ഇതിപ്പോൾ മഴ പെയ്തില്ലേ. ഉള്ളിരെ കഴിഞ്ഞു. ഉള്ളി പറിച്ചത് അതും എടുത്തോ. ഒരു മുറം ഏകദേശം നമ്മളിപ്പോൾ ഒരു എത്ര ഉള്ളി നട്ടുണ്ടാവും? ഒരു 10-200 ഉള്ളി നട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട്. ഇനി നമുക്ക് ഇഞ്ചി പറിക്കാം. ഇവിടെ നോക്കി, ഇഞ്ചിയൊക്കെ നാശമായോ? എവിടെ ഡോളർ എവിടെ? അയ്യോ കണ്ട കുറേ ആദ്യമൊക്കെ ചുക്കിലി തുടങ്ങി. അയ്യോ ആ സോളം എങ്ങനെയാ നോക്കിയേ, ഇഞ്ചി കണ്ട എന്താ സോളം എങ്ങനെയാ? ആ സോളം നല്ല ഭംഗിയില്ല. മഴ പെയ്തിട്ട് നിറഞ്ഞു പോണു ചേട്ടാ വെള്ളം. നോക്കി എന്തൊരു ഭംഗി നോക്കിയാ സോളം. ഇവിടെ അങ്ങനെ വളമില്ലാണ്ട് അത് ഇങ്ങനെ കറുത്ത് അധികം ഇതില്ലാണ്ട് പോയതായിരുന്നു അല്ലേ? അത് ഭംഗിയാവും എനിക്കറിയാം. കുറേ നാൾ കഴിയുമ്പോൾ കണ്ട എന്തൊരു ഭംഗിയാ കാണാൻ അല്ലേ? നിറഞ്ഞു പോകും, മനോഹരമായിട്ടുണ്ട് അല്ലേ? കോഴികൾക്ക് നെല്ലിട്ട് കൊടുത്തു ഒരു പാത്രം നിറച്ച്. വാ എന്നിട്ടും നിറഞ്ഞു ഇതായില്ലേ? തിക്കായി.
കുമ്പളങ്ങ പൊടിക്കണ്ട് ഇപ്പം ഇഞ്ചി പിന്നെ പറിച്ചാൽ മതിയാ കുറേ സമയം പിടിക്കും. ഇഞ്ചി പറക്കി അല്ലെങ്കിൽ ഉള്ളതും കൂടി ഇപ്പം എന്നെ ചീഞ്ഞു തുടങ്ങി. അതൊക്കെ പറക്കി ചേട്ടനല്ലേ പറഞ്ഞേ ഇഞ്ചി പറക്കിയ സുഖം എടുത്തോരെ എറിഞ്ഞാൽ മതി. അത് പിന്നെ എറിഞ്ഞോ? ആകെ നാല് ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടിയാ ഇത് പിടിക്കിടാം. 4 എണ്ണം നല്ല പൊളിച്ച് മുന്നേ പറക്കേണ്ടതായിരുന്നു. മുന്നേ പറക്കേണ്ടതായിരുന്നു. കണ്ട ഇതാണ്ട അത് കണ്ട ചീഞ്ഞു പോയില്ലേ? ഒന്നുമില്ലേ കണ്ട സ്പോഞ്ചായി. ഇതാണ് സംഭവിച്ചത്. എന്ത് നല്ല ഇഞ്ചിയായിരുന്നു. ഈ ഇഞ്ചിരി തൊലി പോലും കളയണ്ട, വെറുതെ കഴുകിയിട്ട് വെറുതെ കഴുകിയിട്ട് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ചതയ്ക്കാമല്ലോ. തരുതേ അത്രയ്ക്ക് സൂപ്പറല്ലേ. ഇങ്ങനെ ആക്കുമ്പോൾ തൊലി പോയിൻ്റെ ഗ്രോ ബാഗിലാണ് ഇപ്പോൾ ആക്കണത്. ഇനി മറ്റേ തടങ്ങളുണ്ട്. അങ്ങനെ ഇഞ്ചിയിൽ നമ്മൾ സ്വയം പര്യാപ്തരായി. ഉള്ളിയിൽ അത് കുഴപ്പമില്ല, നല്ല എന്നാ പിടിച്ചേ. ഭയങ്കര ഭീകരമായ ഇഞ്ചികളാവില്ല ചേട്ടാ ഇതത്തെ. ഉള്ളിയിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഓരോ വക വാക്കുകൾ അല്ലേ. ഇതാണ്ടാ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് സ്കൂളിൽ 8ാം ക്ലാസ്സിലാണെന്നുകൊണ്ട്. മലയാളത്തിൽ 1ാം പാഠം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഗാന്ധിജി കണ്ട സ്വപ്നം. അതായത് സ്കൂളിൽ കൈത്തൊഴിലുകളും കൂടി ഒരുമിച്ച് പഠിപ്പിക്കണം. കുട്ടികൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എന്തെങ്കിലും തൊഴിലും കൂടി പഠിച്ചിരിക്കണം എന്നുള്ള ഇതില്ലേ. അങ്ങനെ സ്വയം പര്യാപ്തരാവാന്നുള്ള എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ വാക്ക് പഠിച്ചത്. അതാണ് ഗാന്ധിജി കണ്ട സ്വപ്നം എന്ന് പറയുന്നില്ല. കിണാശ്ശേരി എന്ന് പറയില്ല മറ്റേ സിനിമയിൽ. നോക്കി ഇതിലൊക്കെ ഇഷ്ടം പോലെ ഇഞ്ചിൻ്റെ കേട്ടാ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറിച്ചില്ല ഇത് പിടി. അതെ അവിടെ കിട്ടും. ഇതിൽ നിറച്ച് മറ്റേ പ്രാണികളാ അല്ലേ. ഇതിൽ വളണ്ടേ ചേട്ടാ. ഈ കൈയിട്ട് മാന്തറ് കാണുമ്പോഴേ എനിക്കിതിൻ്റെ ഉള്ളിൽ, കാരണം അതിൽ കുറേ പ്രാണികളുണ്ട്. ആ മറ്റേ സാധനം കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതിയായിരുന്നു. ആരോട് പറയാൻ. പണ്ട് അമ്മയാണ് ഇങ്ങനെ ചെയ്യുക. എങ്ങനെ? ഇങ്ങനെ കൈ കൊണ്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഈ വിളവ് ഇങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കൈ കൊണ്ട് ഇതിങ്ങനെ കാണിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ കുത്തിട്ട് അപ്പോൾ അമ്മ ഇങ്ങനെ കാണിക്കും. അതന്നെയാണ് പഴയ ആളുകളൊക്കെ ചെയ്യുന്നത്. കണ്ട നല്ല പറയുന്നുണ്ടല്ലേ ഇഞ്ചി. ഇതിന് ചീഞ്ഞിട്ടില്ലേ? ഒരെണ്ണത്തിൽ തീയ കുറച്ച് ചീഞ്ഞ് അവിടെ. ചീഞ്ഞതല്ലത്, പുതിയ ഇത് വരുന്നതാണത്. ഇതിനെ ചെയ്യാന്ന് തന്നെ പറയാ. ഇപ്പോൾ ഗ്രോ ബാഗിലത്തെ കഴിഞ്ഞു. ഇനി കുറച്ച് തടങ്ങൾ പറിക്കാണ്ട്. കുഞ്ചി അമ്മയ്ക്ക് 5 മക്കളാണ്, 5ആമനോമന കുഞ്ചുവാണ്. പഞ്ചാര തിന്നു രസിച്ച് കുഞ്ചു, ഇഞ്ചി കടിച്ച് പഞ്ചാര തിന്ന് മടുത്തു കുഞ്ചു, ഇഞ്ചി കടിച്ച് രസിച്ച് കുഞ്ചു. അതാരെ കവിത തരുത്? അറിയില്ലേ. അതൊക്കെ ഇങ്ങനെ നാടോടിപ്പാട്ട് പോലത്തെ അല്ലേ. കണ്ട ഇത് തനി മണ്ണിലാണ് കേട്ടോ. അത് കൂമ്പിട് തുടങ്ങി നോക്കിയേ. കണ്ട അടുത്ത് കൂമ്പ് വന്നു തുടങ്ങിയില്ലേ. ഒരൂത്തുന്ന് ഇതൊക്കെ നടുവീന്ന് പറിച്ചു തുടങ്ങണേ. ഒരൂത്തുന്ന് പറിക്കാണ്ട് എവിടെ എൻ്റെ അമ്മേ നോക്കിയേ. സരിത പഴുതാരി എന്തൊരു പഴുതാരിയാ നോക്കിയേ. എന്തൊരു നോക്കി ഇനിയുണ്ട് അവിടെ. ഞാൻ പഴുതാര അവിടെ നിൽക്കുന്നത്. നീ കാല് പഴുതാരിയൊക്കെ പോയി. ഈ ഇഞ്ചി നല്ല ഫ്രഷ് അല്ലേ. ചള്ളന്ന് മൂപ്പ് അത്ര കയറില്ല. പക്ഷെ മൂപ്പുള്ള ഇഞ്ചി അവിടെ ഇനി ഇഞ്ചി പറിക്കുമ്പോൾ കുറേ സമയം അതേ മൂപ്പുള്ള ഇഞ്ചി പറിക്കണം. മൂപ്പുള്ള ഇഞ്ചിക്ക് ഒരു എരിവുണ്ടാവും. അതാണ് കൂട്ടാനിൽ വയ്ക്കുന്നത് നല്ലത്. ചള്ളിഞ്ചി അല്ലേ. അപ്പോൾ മൂപ്പുള്ള ഇഞ്ചി പറിക്കണം. അത് പറിച്ചു നോക്കുമ്പോഴെല്ലാം അറിയാം മൂത്തതാണോ ചള്ളാണോ. എന്തായാലും എല്ലാം പറിച്ചാൽ ഇതെല്ലാം പോവുള്ളൂ. ഇതിന് കാണാണ്ടത് എവിടെയാ. തണ്ടൽ കഴച്ചങ്ങ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാക്കിയാൽ മതി. പുറം കഴച്ചങ്ങ കുറേ നേരമായില്ലേ ഉള്ളിയൊക്കെ പറിച്ചിട്ട് കുമ്പിട്ട് നിൽക്കണു. കുറച്ച് സമയം നൂഞ്ഞാലാട് ചേട്ടാ. ആടിക്കോ? അതെ, ഇഷ്ടംപോലെ ആടിക്കോളൂ. ഇഞ്ചി തടത്തിൻ്റെ അവിടെ ഈ സാധനമൊക്കെ വലുതായി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ചേട്ടാ. കുറച്ച് പ്ലാസ്റ്റിക് ഇഞ്ചി ചുണ്ടങ്ങാന്ന് പിടിച്ചു. കഴിഞ്ഞു
അങ്ങനെ നമ്മുടെ ഇഞ്ചി നോക്ക്, ഇത്രയ്ക്ക് ഇഞ്ചി കിട്ടി, ഇത്രയ്ക്ക് ഉള്ളിയും കിട്ടി. ലാഭമാണോ? ലാഭമൊന്നുമില്ലേ, പണിയെടുക്കുന്നതിനുള്ള ലാഭമൊന്നും കിട്ടില്ല. ജൈവ കൃഷിക്ക് അങ്ങനെയാണ്. അല്ല വിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. വിൽക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പം ഇത്ര അധികം നടേണ്ട ആവശ്യമില്ല ശരിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ട് അത്രയ്ക്കധികം കൃഷിയില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ആവശ്യത്തിന് ഉണ്ടായാൽ മതി. അങ്ങനെയല്ലല്ലോ ചേട്ടൻ ചെയ്യണം, അങ്ങനെയല്ല. ചേട്ടൻ കുറേ നടും, നട്ടിട്ട് പിന്നെ അത് കുറേ വളമിടും. ഒന്നുകിൽ കുറേ വളമിടും, അല്ലെങ്കിൽ വളം ഇടൂല, നനയ്ക്കൂല, ഒന്നും ചെയ്യില്ല, കരിഞ്ഞു പോകും. അങ്ങനെയല്ല ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഗംഭീരമായി. ഉള്ളിയൊക്കെ ഇരിക്കട്ടോ, നമുക്ക് ഏകദേശം ഒരു 15 കിലോനും മീതെ ഉള്ളിൻ്റെ ഇട്ടത് എല്ലാം കൂടി. ഇതിപ്പോൾ ഇത് പിടിച്ച് നോക്കിയാൽ എത്രയ്ക്ക് കണ്ടോ, നല്ല വല്ലാണ്ട്. അന്നൊരു 2 കിലോനൊക്കെ പറിച്ചിട്ടുണ്ടാവും, 2-3 കിലോ അല്ലേ. ഇതൊക്കെ കഴുകി ക്ലീനാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലേ സരിത? ഇഞ്ചിയൊക്കെ ഉണക്കി ഒന്ന് വെറുതെ വെയിൽ കൊള്ളിച്ചിട്ട് കുറേ നാളത്തേക്കുള്ള ഇഞ്ചി. ഇത് നീ പിടിച്ചോ. അങ്ങനെ നമ്മൾ പോണു. ഹോയ് 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 ഹോയ്